വെൽക്കം ടു ഓട്ടോഡെസ്ക് 3 Days മാത്സ് ബിഗിനേഴ്സ് ഗൈഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രിഡ്സ് ലൈനെ കുറിച്ചും യൂണിറ്റ് സെറ്റപ്സിനെ കുറിച്ചും പിന്നെ കുറച്ച് ഗ്രാഫിക്സ് സെറ്റിങ്സിനെ കുറിച്ചും ഒക്കെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാവിഗേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ നമ്മുടെ 3 Days മാത്സ് 2019 വെർഷൻ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ 4 വ്യൂ പോർട്ട് ഉണ്ട്. ഓക്കെ, ഈ വ്യൂ പോർട്ട് സെലക്ട് ചെയ്യുന്നതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വ്യൂ പോർട്ടിൻ്റെ ഓപ്ഷൻ ഇല്ല എങ്കിൽ അത് ഈ പ്ലെയിൻ ആയിട്ടുള്ള എവിടെയെങ്കിലും ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ പോർട്ട് ലേഔട്ട് ടാബ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഓപ്ഷൻ വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നു പോയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഓക്കെ, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂ പോർട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം ഈ വ്യൂ പോർട്ട് സെലക്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ യൂണിറ്റ് സെറ്റപ്പാണ്. അതിനായിട്ട് നിങ്ങൾ കസ്റ്റമൈസിൽ ചെല്ലുക. അവിടുന്ന് യൂണിറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു 3 പോർഷൻ കാണാം. ഒന്ന് സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പാണ്, 2 ഡിസ്പ്ലേ യൂണിറ്റ് സ്കെയിലാണ്, 3 എന്ന് പറയുമ്പം ലൈറ്റിംഗ് യൂണിറ്റ്സ് ആണ്. നോർമലി നമ്മുടെ കിടക്കുന്നത് ജനറിക് യൂണിറ്റ്സിലായിരിക്കും. നമുക്കത് മെട്രിക്കിലോട്ട് മാറ്റാൻ പറ്റും. ജസ്റ്റ് മെട്രിക്ക് ക്ലിക്ക് ചെയ്യുക. ഏത് ഒരു വാല്യൂ ആണോ വേണ്ടത്, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലൈറ്റിംഗ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ആണ്, പിന്നെ അമേരിക്കൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ആണ്. ഓക്കെ, ദെൻ സിസ്റ്റം യൂണിറ്റ് ആണ്. സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് യൂണിറ്റ് സ്കെയിൽ കാണാം. സിസ്റ്റം യൂണിറ്റ് സ്കെയിൽ, അതായത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 ഇഞ്ചായിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫീറ്റ് ആക്കാം, മൈൽസ് ആക്കാം, മില്ലിമീറ്റേഴ്സ് ആക്കാം, സെൻറ്റിമീറ്റർ ആക്കാം. അതിപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റും ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് ചിലപ്പം 1 ഇഞ്ചസ് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്ത് നമ്മുടെ 3 Days മാത്സിൽ മെർജ് ആവുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒറിജിൻ ഉണ്ട്. ഒറിജിൻ എന്ന് പറയുമ്പം സെൻറ്ററാണ്. ഓക്കെ, ആ ഒരു ഒറിജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ യൂണിറ്റ് പ്ലേസ് ആവുന്നത്. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ 1.0 ആണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ റിസൾട്ടിങ് ആക്യുറസി ഉണ്ട്. നിങ്ങൾക്ക് എത്ര ആക്യുറസി വേണമെങ്കിലും ഇവിടെ കൊടുക്കാനും പറ്റും. ഓക്കെ, ഞാൻ ഇത് മാറ്റിയിട്ട് സെൻറ്റിമീറ്റർ ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ദെൻ ഡിസ്പ്ലേ യൂണിറ്റ് സ്കെയിലാണ്. അവിടെ നമുക്ക് മെട്രിക് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാം, അതല്ലെങ്കിൽ US സ്റ്റാൻഡേർഡ്. ഇവിടെ കുറേ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഉണ്ട്, അപ്പം അതിലേക്ക് മാറ്റാം. റൈറ്റ് സൈഡിൽ അതിൻ്റെ ഫ്രാക്ഷൻസ് യൂസ് ചെയ്യാം. ദെൻ ഡിഫോൾട്ട് യൂണിറ്റ് ഫീറ്റ് വേണോ ഇഞ്ചസ് വേണോ. ഓക്കെ, ദെൻ കസ്റ്റംസിലേക്ക് പോകാം. കസ്റ്റം എന്ന് പറയുമ്പം ഇപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഫൂട്ടാണെങ്കിൽ ഫൂട്ട്, അതല്ലെങ്കിൽ FL ആണെങ്കിൽ FL, അങ്ങനെ എന്തെങ്കിലും വാല്യൂ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് അത് എത്ര ആണെന്ന് ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് മെട്രിക്കാണ്. ഓക്കെ, മെട്രിക് കൊടുക്കുക. എന്നിട്ട് ലൈറ്റിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സെറ്റ് ചെയ്യുക. ദെൻ ഓക്കെ കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ യൂണിറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാഫിക്സ് സെറ്റിങ്സ് ആണ്. ഓക്കെ, ഗ്രാഫിക്സ് സെറ്റിങ്സ് എന്ന് പറയുമ്പം ഞാൻ Alt W യൂസ് ചെയ്തിട്ട് ഒറ്റ വ്യൂ പോർട്ടാക്കി. ഓക്കെ, ദെൻ ഞാൻ ഇവിടുന്ന് ഒരു ബോക്സോ അല്ലെങ്കിൽ ടീ പോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, 2 ടീ പോട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് ലൈൻസ് കാണാം. ഓക്കെ, അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എഡ്ജ് ഫേസ് ഓണാണ്. ഓക്കെ, എഡ്ജ് ഫേസ് ഓഫ് ആക്കിയാൽ നമുക്ക് ആ ലൈൻസ് പോകും. അപ്പം ഇതാണ് നമ്മുടെ ഗ്രാഫിക്സ് സെറ്റിങ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വ്യൂവിനെ എങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് സെറ്റിങ്സ് ഈ 3 ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ്, അതായത് നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂ ആണ്. എങ്ങനെ വേണമെങ്കിലും കാണാം. ഓക്കെ, ജസ്റ്റ് അവിടെ പെർസ്പെക്റ്റീവ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാമറയുണ്ട്. നമ്മൾ ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ വ്യൂ സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ ആ ലൈറ്റ്സ് എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ താഴെ PUTBF. ഓക്കെ, PUTBF അങ്ങനെ കുറച്ച് ഷോർട്ട് കട്ട് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. പെട്ടെന്ന് നമുക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ വ്യൂവിലേക്ക് വരാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പെർസ്പെക്റ്റീവ് P ടൈപ്പ് ചെയ്താൽ പെർസ്പെക്റ്റീവിൽ ഈ ഒരു വ്യൂയിലേക്ക് വരും. ഓർത്തോഗ്രാഫിക്കിലേക്ക് പോയാൽ വേറൊരു ടൈപ്പ് വ്യൂ ആണ് ഓർത്തോഗ്രാഫിക്കിൽ വരുന്നത്. ഓക്കെ, നമുക്ക് പെർസ്പെക്റ്റീവിലോട്ട് വീണ്ടും പോയാൽ കണ്ടില്ലേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വ്യൂവിലേക്ക് അവിടുന്ന് പോവാം ഫസ്റ്റ്. ഓക്കെ, ഇവിടെ നിന്ന് പറയുന്നത് വ്യൂ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ടോപ്പിലേക്ക് പോവാം, അതല്ലെങ്കിൽ ബോട്ടം, ഫ്രണ്ട്, ബാക്ക്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് സേവ് ആക്റ്റീവ് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊരു ആക്റ്റീവ് ടോപ്പ് വ്യൂ ആയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അത് വേണ്ട. അതല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് വന്നിട്ട് നമുക്ക് അവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം, സേവ് ആക്റ്റീവ് പെർസ്പെക്റ്റീവ് വ്യൂ. ഓക്കെ, നമുക്കങ്ങനെ സെറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് അവിടെ തന്നെ വന്നാൽ താഴെ റീസ്റ്റോർ ആക്റ്റീവ്
പെർസ്പെക്റ്റീവ് വ്യൂ. നമ്മൾ നേരത്തെ ഏത് പെർസ്പെക്റ്റീവ് ആണ് എടുത്തത് അത് റീസ്റ്റോർ ചെയ്യാൻ പറ്റണ്ടേ? ഈ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ആയിരുന്നു നമ്മൾ നേരത്തെ സേവ് ചെയ്തിരുന്നത്. സോ ആ വ്യൂവിലേക്ക് നമ്മൾ വീണ്ടും വന്നു. വീണ്ടും ഞാനിവിടെ വന്നിട്ട് എക്സ്റ്റെൻഡ് വ്യൂ പോർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് അധികം യൂസ് ഇല്ലാത്തതാണ്, എന്നാലും ഈ ഗ്രിഡ്സിനകത്തൊക്കെ നമുക്ക് കുറച്ച് യൂസ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞുതരാം. പിന്നെന്ന് പറയുന്നത് ഷോ സേഫ് ഫ്രെയിംസ് ആണ്. ഷിഫ്റ്റ് എഫ് യൂസ് ചെയ്താൽ സേഫ് ഫ്രെയിംസ് യൂസ് ചെയ്യാം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പോർഷൻ മാത്രം മതിയെങ്കിൽ ആ ഒരു ടൂൾ, അതായത് നമുക്ക് ഇപ്പം ഇത്രയും ഭാഗമാണ് ഇരിക്കുന്നത്, സോ ആ ഒരു പോർഷൻ മാത്രം കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അൺഡു വ്യൂ റൊട്ടേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റൊട്ടേറ്റ് ചെയ്തത് അൺഡു ചെയ്യും. അതായത് നമ്മൾ നേരത്തെ നമ്മൾ ഇതെടുത്തിട്ടില്ലായിരുന്നു, വീലെടുത്തിട്ടില്ലായിരുന്നു, വ്യൂ ക്യൂബൊക്കെ. അപ്പോൾ അതിനകത്ത് നമുക്ക് റീസെൻറ്റ് ആക്ഷൻ കാണുന്നില്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെ സെയിം യൂസ് തന്നെയാണിത്, പക്ഷേ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് പെർസ്പെക്റ്റീവ് ആ ഒരു ഓപ്ഷൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ വ്യൂസിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ? ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് കാണാം. ഹൈ ക്വാളിറ്റി പെർഫോമൻസ്, അതായത് നമ്മുടെ ഗ്രാഫിക്സ് സെറ്റിങ്സ് ആണ്. നിങ്ങൾക്കിപ്പം ഈ ഒരു വ്യൂ ഇരിക്കുന്നത് നോക്കൂ, സ്റ്റാൻഡേർഡ് വ്യൂ ആണ്. അതായത് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ്. ഞാൻ അത് ഹൈ ക്വാളിറ്റിയിലോട്ട് മാറ്റിയാൽ കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റിയിലായിട്ടാണ്ട് വന്നിട്ടുണ്ട് ഇല്ലേ? ഞാൻ വീണ്ടും സ്റ്റാൻഡേർഡിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിങ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ഒരു കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഹൈ ക്വാളിറ്റി അല്ല. നമ്മൾ ഹൈ ക്വാളിറ്റി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയിലായിട്ട് ചെയ്യാം. നമുക്ക് കറക്റ്റ് ഒറിജിനൽ ആ ടെക്സ്ചറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് ഈ സ്റ്റാൻഡേർഡിൻ്റെ യൂസ്. നമ്മൾ സ്റ്റാൻഡേർഡ് അതേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി, ഒരു മെറ്റീരിയൽസ് ഒന്നും കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നല്ല പെട്ടെന്ന് നമ്മുടെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് മോഡാണത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഒരു ഗ്രാഫിക്സ് മോഡാണ്. പിന്നെ DX മോഡുണ്ട്. DX മോഡ് എന്ന് പറയുമ്പം കുറച്ചുകൂടെ ഒരു ലോ ബേസ്ഡ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ്. നമ്മൾ മെയിൻലി സ്റ്റാൻഡേർഡ്, അതല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി, അല്ലെങ്കിൽ പെർഫോമൻസ്, ഈ മൂന്ന് ഇതിലേതെങ്കിലും യൂസ് ചെയ്താൽ മതി. ഞാൻ സ്റ്റാൻഡേർഡാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ കാണാം VR വ്യൂ പോർട്ട് IPR എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ നമുക്ക് VRൻ്റെ ഓരോ പ്ലഗിൻസ് ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ലൈറ്റിങ്സ് ആൻഡ് ഷാഡോസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഷാഡോസ് ഒക്കെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷാഡോ ഇട്ടാൽ നമുക്ക് ഷാഡോ എനേബിൾ ആവും. ലൈറ്റൊക്കെ ഇപ്പം വരികയാണെങ്കിൽ നമുക്കിപ്പം കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ആംബിയൻ്റ് ഒക്കുലേഷൻ, പിന്നെ മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റീരിയൽസ് വേണമെങ്കിൽ ഓവറൈഡ് ഓഫ് ആക്കിയിടാം, UV ചെക്കർ, അങ്ങനെ കുറച്ച് എനേബിൾ ട്രാൻസ്പെറൻസി, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ യൂസ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഡീഫോൾട്ട് ഷെയ്ഡിങ് എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ കണ്ട ആ വയർ ഫ്രെയിം ഒക്കെ ഓഫ് ആക്കുന്ന ഇവിടെയാണ്. നിങ്ങളിപ്പോൾ ക്ലേ കാണണമെങ്കിൽ, ആ ഒരു ക്ലേ ടെക്സ്ചർ വേണമെങ്കിൽ ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ആ ഒരു ക്ലേയുടെ ടെക്സ്ചർ വരും. അതല്ലെങ്കിൽ ഹിഡൻ ലൈൻ ആണെങ്കിൽ ഹിഡൻ ലൈനിലേക്ക് വരും. അതല്ല എങ്കിൽ ഫ്ലാറ്റ് കളർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് കളറിലേക്ക് അതിൽ ആ ഹോളും ബമ്പൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ബൗണ്ടിങ് ബോക്സ് ആണെങ്കിൽ, ഒരു ബോക്സിനുള്ളിൽ നമ്മുടെ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ബോക്സ് ഫുള്ള് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്ചർ ആണെങ്കിൽ ആ ഒരു ഇതിൽ കാണിക്കും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഫേസിലാണെങ്കിൽ നിങ്ങളുടെ സൂക്ഷിച്ച് നോക്കി കാണാം. ഇത്ര ഒരു സ്ക്വയർ പോലത്തെ ആ ഒരു യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല എങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡീഫോൾട്ട് ഷെയ്ഡിങ് കൊടുത്താൽ സാധാ ഷെയ്ഡിങ് വരുന്നുണ്ട്. നമ്മുടെ ഓൾഡ് വേർഷനൊക്കെ ആണെങ്കിൽ റിയലിസ്റ്റിക് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ എടുത്തൊരു ഓപ്ഷനാണ്, 2019 വേർഷനാണ്. പിന്നെ സ്റ്റൈലൈസ്ഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫൈറ്റ് ആ ഒരു ലുക്കിലേക്ക് വരും. ഓക്കെ, കണ്ടില്ലേ, നമ്മുടെ ഒരു ഗ്രാഫൈറ്റ് ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു ആനിമേഷൻ്റെയൊക്കെ ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടെങ്കിൽ മനസ്സിലാവും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഇങ്ക്, കളർ പെൻസിൽ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടെക്കിലേക്ക് നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇത് കണ്ടില്ലേ, ആ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആനിമേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. സോ നമ്മൾ ഡീഫോൾട്ട് ഷെയ്ഡിങ്ങാണ് യൂസ് ചെയ്യുന്നത്, നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രിഡ്സിൻ്റെ സെറ്റിംഗ് ആണ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ടൂൾസിൽ ചെല്ലുക. അവിടുന്ന് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഗ്രിഡ്സ് ആൻഡ് സ്നാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടുന്ന് ഗ്രിഡ്സ് ആൻഡ് സ്നാപ്പ് സെറ്റിങ്സ് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഒരു പോപ്പ് ബോക്സ് വരും. ഇതിനകത്താണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതല്ല എങ്കിൽ ഇവിടുന്ന് ക്ലോസ് ചെയ്യുക. നിങ്ങളത് മുകളിൽ ഈ ടൂൾസിൽ ആംഗിൾ, അതിൽ സ്നാപ്പ് ടൂൾസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണില്ല. ജസ്റ്റ് അതിലേതെങ്കിലും ഒന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമുക്ക് ആ ഗ്രിഡ്സ് ആൻഡ് സ്നാപ്പ് സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും.
അപ്പം ഫസ്റ്റ് സ്നാപ്പാണ് നോക്കുന്നത്. സ്നാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഓട്ടോകാഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളിപ്പം ഒരു മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പം അവിടെ പ്ലസ് ഐക്കൺ, ഓക്കെ, നമ്മുടെ എഡ്ജ് ഡിറ്റക്ട് ചെയ്തിട്ട് അവിടെ പ്ലസ് ഐക്കൺ, അതായത് നമുക്കൊരു എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ആ ഒരെണ്ണം തന്നെയാണ് ഇത്. ഇതെല്ലാം നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഫേസിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഫേസിൽ അറ്റാച്ച് ആവും. അതല്ലെങ്കിൽ ഗ്രിഡ്സിലാണെങ്കിൽ ഗ്രിഡ്സ് പോയിന്റിൽ കൊണ്ടുവരുമ്പോൾ അറ്റാച്ച് ആവും. അല്ലെങ്കിൽ പിവോട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ അറ്റാച്ച് ആവും. അങ്ങനെ ഒരു പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പോയിന്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് സ്നാപ്പ്. ഓക്കെ, ഇത് നമുക്ക് ടിക്ക് ചെയ്യാം അല്ലെങ്കിൽ ക്ലിയർ ആൾ കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ടിക്ക് ചെയ്തു. അതുപോലെ തന്നെ പിവോട്ട്, പിന്നെ ഗ്രിഡ് ലൈൻസ്. ഇപ്പോൾ ഇത്ര ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് ലൈൻസ് വേണ്ട, അത് കുറച്ച് നമുക്ക് വിഷയം, നമ്മളെവിടെ കൊണ്ടുപോയാലും സ്നാപ്പ് കിട്ടും. സോ ഓപ്ഷൻസ് അത് ഹോം ഗ്രിഡ്സ്. ഹോം ഗ്രിഡ്സ് എന്ന് പറയുമ്പം നമുക്ക് ഗ്രിഡ്സ് സെറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്രിഡ് സ്പേസിംഗ് ആണ്. ഇപ്പം 24.5 ആണ് എൻ്റെ ഗ്രിഡ് സ്പേസിങ്. ഞാൻ അതെന്ന് പറയുന്നത് ഒരു 15 കൊടുത്തു. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ സ്പേസിങ് 15 ആയിട്ടുണ്ട്, അതായത് 15 സെൻറ്റിമീറ്റർ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ കസ്റ്റമൈസിൽ യൂണിറ്റ് കൊടുത്തപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പം ആ ഒരു സെൻറ്റിമീറ്ററിൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെയും വരുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് മേജർ ലൈൻസ് എവറി എൻഡ് ഗ്രിഡ് ലൈനാണ്. അതായത് നമുക്ക് അപ് ടു 20 വരെയൊക്കെ കൊടുക്കാൻ പറ്റും. അതായത് എൻഡ് ലൈൻ, അതായത് മേജർ ലൈൻസ് എവറി എൻഡ് ഗ്രിഡ് ലൈൻ. മേജർ ലൈൻസ്, അതായത് ഇതാണ് മേജർ ലൈൻസ് എന്ന് പറയുന്നത്. ഗ്രിഡ് ലൈൻസ്, ഓക്കെ, അത് 10th വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് വ്യൂ ഗ്രിഡിൽ എക്സ്റ്റെൻഡ് ആണ്. അതായത് നിങ്ങൾക്കിപ്പം ഈ ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിൽ അതിപ്പം ഏത് വ്യൂ ആയിക്കോട്ടെ, 4 വ്യൂ ആയിക്കോട്ടെ, 5 വ്യൂ ആയിക്കോട്ടെ, ഇപ്പം ഒരു വ്യൂ ആയിക്കോട്ടെ, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് കണ്ടില്ലേ നമ്മുടെ ആ ഗ്രിഡ് ലൈൻ കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഹെബിറ്റ്, സബ് ഡിവിഷൻസ് അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ആക്റ്റീവ് വ്യൂ പോർട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ല എങ്കിൽ എല്ലാ വ്യൂ പോർട്ടിലും സെയിം ടൈം ഇത് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ വ്യൂ പോർട്ടിലുമായിട്ടാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. ഞാൻ അത് കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ വ്യൂ പോർട്ടിലും സെയിം ആയിട്ട് അങ്ങനെ ആ വാല്യൂ കുറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റാതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടോപ്പ് വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് നമ്മൾ ഗ്രിഡ്സ് ലൈനൊക്കെ സെറ്റ് ചെയ്യാൻ. വലിയ യൂസൊന്നും ഇല്ല നമുക്ക് വലുതായിട്ട്. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു വ്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ ഗ്രിഡ് ലൈൻസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ യൂസർ ഗ്രിഡ്സ് ആണ്. അത് വേണമെങ്കിൽ ആക്റ്റീവ് ഗ്രിഡ്സ് വെൻ ക്രിയേറ്റഡ്. അപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഗ്രിഡ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ അത് നമുക്ക് വരുമ്പം പഠിക്കാം. അത് കുറച്ച് യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് ബിഗിനേഴ്സ് ഗൈഡാണ്. നിങ്ങളിപ്പം ഇതറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുക. അറിയാത്തവർക്ക് വേണ്ടി, ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.